പണ്ടാരം അതും പാളി. എനിക്ക് മാത്രം ഒരു പെണ്ണ് സെറ്റാവുന്നില്ലല്ലോ, എല്ലാവർക്കും ഉണ്ട്. ഞാൻ എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു. ദൈവമേ, ഒരെണ്ണത്തിന് എനിക്ക് തന്നൂടെ? അങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട, ഒരു മാലാകെ പോലെ നിന്. ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ദൈവമേ നന്ദി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്ത് പറഞ്ഞങ്ങോട്ട് ചെല്ലും. എനിക്കാണെങ്കിൽ പെമ്പിള്ളേരെ കണ്ട കയ്യും കാലും മറിക്കും. പക്ഷെ എന്നാലും ദൈവമായിട്ട് തന്ന അവസരമാണ്, അത് ഞാനായിട്ട് കളയാൻ പറ്റില്ല. ഞാൻ ചോദിച്ച ഉടനെ തന്നെ മുന്നിലെത്തിച്ച് തന്നതാണ്. ദൈവമേ കത്തോളണേ. എന്തപ്പോൾ ചോദിക്കുക, ഒന്നും കിട്ടണമെങ്കിൽ ഐഡിയ. പെരിന്തൽമണ്ണയ്ക്കുള്ള ബസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതൊന്നും കാരണമായല്ലോ. യെസ് കിട്ടി, അതിനെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ. നീ ചിരിക്കുന്നുണ്ടല്ലോ, എത്ര പെട്ടെന്ന് കളഞ്ഞ. ഈ പെരിന്തൽമണ്ണയ്ക്കുള്ള ബസ് എപ്പോഴാണെന്ന് അറിയാം? അറിയില്ല. പാടി പോവാം. മറുപടി കിട്ടി അതീ പിടിച്ച് കയറായിരുന്നു, കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ എന്താ ചോദിക്കുക? നമ്മളങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാലോ അടി കിട്ടുമോ? ഇനിയിപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല, ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഞാനതെന്ന് ചോദിച്ചു. ഇഷ്ടല്ല, അറിയ. അയ്യോ സോറി. ആ പറയേ. അല്ല, എങ്ങോട്ടാ പോണേ? പെരിന്തൽമണ്ണ. അപ്പൊ ബസ് അറിയില്ലെന്ന് പറഞ്ഞു. അറിയാത്തോണ്ടാണല്ലോ വെയിറ്റ് ചെയ്യണത്. അപ്പൊ അറിഞ്ഞ വെയിറ്റ് ചെയ്യില്ലേ? അറിഞ്ഞ എന്തിനാ വെയിറ്റ് ചെയ്യണേ? അങ്ങനെ കയറി പോയാ പോരെ. അല്ല, ഈ അറിഞ്ഞാലും ബസ് വരണവരെ വെയിറ്റ് ചെയ്യണ്ടേ, എന്നാലേ കയറാൻ പറ്റൂ. ടൈം അറിയാണെങ്കിൽ ബസ് വരുമ്പോ വന്നാ മതിയില്ലേ? അതും കഴിഞ്ഞു. ഇനി എന്താ ചോദിക്കാം? ഒന്നും കിട്ടണില്ലല്ലോ. ഞാനും പെരിന്തൽമണ്ണയ്ക്കാണ്, പോരുന്ന എൻ്റെ കൂടെ എന്ന് ചോദിച്ചാലോ വേണ്ട അടിയിട്ടു. വേറെ ഇപ്പം എന്താ ചോദിക്കുക? ഒന്നും കിട്ടണില്ല എൻ്റെ ദൈവമേ. താനിങ്ങോട്ട് ബൈക്കിലല്ലേ വന്നു, പിന്നെ തനിക്കെന്തിനാ ബസ്? അപ്പൊ താനെ കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. അല്ല പറയേ, എന്ത്? തനിക്ക് എന്തിനാ ബസ്? ഓ അതോ, അത് കൂട്ടുകാരന് വേണ്ടിട്ട്. വീണ്ടും തീർന്നു. എന്തേലും പറഞ്ഞു തുടങ്ങണം. അഡ്രസ് മൊബൈൽ നമ്പർ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ കാണാനും പറ്റില്ല. എന്തപ്പോ ചോദിക്കാം? എന്നാ ഞാൻ അങ്ങോട്ട്. അല്ല, പണ്ടാരം പാളി പോവാന്നും പറഞ്ഞു. ഇനിയിപ്പോൾ പോയി നീ മാനം പോവും, നാശം. ഞാൻ എവിടെ പരിപാടി പിടിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നോട് എന്തെങ്കിലും കയറി ചോദിച്ചാലും വേണ്ട, പോവാം. കോളേജ് കൂടെ സമയം, എന്തായാലും അവിടെ പോയിരിക്കാൻ കുറച്ച്. അല്ല താൻ എങ്ങോട്ടാ? എന്തപ്പോ പറയാ, പെരിന്തൽമണ്ണ പറയാ. എന്നാലും കൂടെ വന്നാലോ? ഹലോ. ഞാൻ പെരിന്തൽമണ്ണ. ആണോ? അതെ, സത്യം. എനിക്ക് ലിഫ്റ്റ് തരുമോ? ഇതെന്ത് പറയുമ്പോ ഇവിടെ ആള് ചെയ്തല്ലേ. എന്തായാലോട്ടെ. ഹലോ. അതിനെന്താ? അല്ല, ഈ ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് ഇങ്ങനെ കയറി പോരണേ? അതിനെന്താ, താൻ എന്നെ പിടിച്ചു വീഴുന്നു? അതല്ല. പിന്നെ? ഒന്നുമില്ല. എടോ, എനിക്ക് നിന്നെ പരിചയമുണ്ട്. അറിയോ? ആടോ അറിയാം. നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. എപ്പോ? എത്രാം ക്ലാസ്സില്? 5ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. അല്ല, അപ്പൊ താൻ എവിടെ പഠിച്ചേ? ഇവിടെ. ഞാനിവിടെ പഠിച്ചേ. അതിനല്ലേ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാന്ന്. ഓ, പക്ഷേ എന്നാലും റിയാന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ഓർമ്മയില്ലല്ലോ. നിനക്കെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, എല്ലാരും അപ്പൂന്നാ വിളിച്ചിരുന്നത്. എടി കള്ളി, നീയായിരുന്ന? സോറി, ഒരാവേശത്തില്. നമുക്കൊരു കോഫി കുടിച്ചാലോ? അല്ല, എന്നിട്ട് നീ എന്തോടെ? നമ്മൾ ചായ കുടിക്കാൻ വന്നതല്ലേ? അതല്ല, ഞാൻ ഇവിടെ അടപ്പൊട്ട വർക്ക് ചെയ്യണത്. എന്ത്? ഒന്നുമില്ല. അല്ല, ഇവിടെ എന്താ വർക്ക്? ഞാൻ ലാബിൽ നേഴ്സാണ്. ലാബിലല്ലാണ്ട് പിന്നെ അരികോടുള്ള നേഴ്സാവും. എന്ത്? നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അല്ല, നീ എന്താ പഠിച്ച? ഞാൻ സംഗീതം. സംഗീതം പഠിച്ചിട്ടാണോ നേഴ്സായി? ഇവിടെ നേഴ്സാവാൻ നേഴ്സിംഗല്ലേ പഠിക്കുക, അതറിയില്ല നിനക്ക്? ഒരു സെക്കൻഡ്. ചാർജ് തീർന്നു. എന്ത് പറ്റി? അല്ല, ഫ്രണ്ട് വരാന്ന് പറഞ്ഞു, അങ്ങ് വിളിച്ചൊന്നും വരണ്ടാന്ന് പറയാം. അയ്യോ, അതെന്തിനി? അല്ല, നമ്മള് റൈഡ് പോലെ. റൈഡോ? പെരിന്തൽമണ്ണ പോവാൻ. വിളിച്ചു പറയും.
എന്റെ ഫോൺ ഓഫ് ആയി പോയി. ഇതിൽ ഫോൺ വരും. ഇത് തീർത്തില്ലേ? ആ ഇവനെന്താ നിന്റെ കൂടെ? എന്റെ കിട്ടിയ പിന്നെ നിന്റെ കൂടെ വെക്കോ? അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞ? ആ കഴിഞ്ഞു. അതും പാടി എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം. മൂത്രമൊഴിക്കാനാന്ന് പറഞ്ഞാലും വേണ്ട, തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടി വരും. എന്തപ്പോൾ പറയാ, ആ കിട്ടി, ഫോം വന്നതുപോലെ അഭിനയിക്കാം. അയ്യോ, ചാർജും തീർന്നു. അതും പറ്റില്ല. എന്താടാ ഏയ് ഒന്നും ഒരു മിനിറ്റ്. ഇപ്പൊ വരാം. ഇപ്പൊ വരാട്ടോ. പക്ഷെ എന്ത് ചെയ്യാ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയ സൗണ്ട് കേൾക്കും. തള്ളിക്കൊണ്ട് പോവാം. ഇനി ഇത് എവിടെ പോയി കിടക്കാണ്? പിന്നെ വരാ, ഒരു മീറ്റിംഗ് ഉണ്ട്. നിക്ക്